റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. നബി തങ്ങൾ എങ്ങനെ കല്യാണം നടത്തി, എങ്ങനെ വിരുന്നൂട്ടി, എങ്ങനെ അതിഥികളെ സ്വീകരിച്ചു, അത് നമ്മൾ കണ്ടു പഠിക്കണം. മാന്യമായി ക്ഷണിക്കുക, മാന്യമായി അതിഥികളെ ഇരുത്തിയവർക്ക് മാന്യമായി ഭക്ഷണം കൊടുക്കുക, അതാണ് വേണ്ടത്. അതാണ് ഈമാനിൻ്റെ ഭാഗമായിട്ടാണ് ആതിഥ്യം നൽകുന്നതിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ചുരുക്കി അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടിലെ ആചാരങ്ങൾ പലതും ഉണ്ടാകാം. എല്ലാ ആചാരങ്ങളെയും ഒന്നിച്ച് അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല. ചിലതൊക്കെ നല്ല നല്ല ആചാരങ്ങളുണ്ടാകും. ആ ആചാരങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പഴയതോ പുതിയതായ ആചാരങ്ങളിൽ ചിലതൊക്കെ നല്ലതുണ്ട്. പണ്ട് കാലത്തെ കണ്ട പുതിയാപ്പിളിനെ തേടിപ്പോകൽ, ഇപ്പോൾ തേടിപ്പോകലില്ല, നല്ല ആചാരമായിരുന്നത് അല്ലേ. പുതിയാപ്പിള വയർന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരിക അന്വേഷിച്ച്, കുറേ ലാഭമൊക്കെ ഉണ്ട് അല്ലേ. ഈയിടെ ഞാൻ കേട്ട ഒരു സംഭവം പറയാം. ഒരു കല്യാണം പെട്ടെന്ന് മുടങ്ങി. ബ്രോക്കർ കാര്യക്ഷമമായി അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു കല്യാണം. ബ്രോക്കർമാർ ഇടപെട്ടാൽ വേണ്ടതുപോലെയൊക്കെ പറയാനുള്ളതൊക്കെ പറയല്ലോ. ബ്രോക്കർ ഉണ്ടാക്കിയ പുകമറൊക്കെ നീങ്ങിപ്പോയപ്പോൾ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ പെട്ടെന്ന് മെസ്സേജ് കൊടുത്തു, ഇങ്ങോട്ട് വരണ്ടെന്ന് മെസ്സേജ് കൊടുത്തു. ഈ മെസ്സേജ് അവിടെ എത്തുന്നതിന് മുമ്പ് പുതിയാപ്പിളയും കൂട്ടരും പുറപ്പെട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അവിടെ കിട്ടിയപ്പോൾ വാസ്തവത്തിൽ അവരൊക്കെ അങ്കലാപ്പിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം കുശുകുശു പറഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും പുതിയാപ്പിള ഇവിടെ ഭാര്യ വീട്ടിൽ എത്തിക്കഴിഞ്ഞു. ഭക്ഷണത്തിൽ ആലോചിച്ച് നോക്കിയിട്ടെങ്കിൽ അല്ലേ. അപ്പം നമ്മുടെ പൂർവികർ പുതിയാപ്പിളിനെ തേടിപ്പോകുക എന്ന് പറഞ്ഞ് സിസ്റ്റം ഉണ്ടാക്കിയതിൻ്റെ പെണ്ണിൽ പല ഹിക്കുമത്തുണ്ട് അല്ലേ. തേടിപ്പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ തേടി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അവസാന നിമിഷം വരെ ഓബ്ജക്ഷനൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷത്തോട് ധൈര്യത്തിൽ പോവാം. മറ്റിപ്പോൾ എന്താകും, വല്ലതും ഫിത്തിനുണ്ടാകുമോ എന്ന ആശങ്കയോടുകൂടെ ചെന്ന് കയറുന്നത് ഒരു ആശങ്കയായിരിക്കും. അപ്പം ചില സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചില മാമൂലുകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ വിരുന്ന് പോകുമ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ ഒരു നിർബന്ധമായി മാമൂലാക്കി ആചാരമാക്കി അത് വിഷമമുണ്ടാക്കാത്ത രീതിയിൽ അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. അതൊക്കെ ഒരു പരസ്പര സഹായം, സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് അവനവൻ്റെ കഴിവ് പോലെ ചെയ്യാവുന്നതാണ്. അത് വായ്പ വാങ്ങി, കടം വാങ്ങി, അതൊരു ബാധ്യതയാക്കി വിഷമമുണ്ടാക്കിക്കൊണ്ട് ആരും ചെയ്യാനും പാടില്ല, ചെയ്യിപ്പിക്കാനും പാടില്ല. കൊണ്ടുവന്നില്ലെങ്കിൽ ഇവരിൽ ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. തഹാദോ തഹാബത്തും, നിങ്ങൾ പരസ്പരം ഹദിയ ചെയ്യുക, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിത്തീരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം വല്ലതൊക്കെ പുതിയാപ്പിളക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പുതിയാപ്പിള എന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീധനം ചോദിക്കാതെ കല്യാണം കഴിക്കുന്ന പുതിയാപ്പിളമാരെ പറ്റിക്കുന്നൊരു ഏർപ്പാടുണ്ട് അല്ലേ. സ്ത്രീധനത്തിൻ്റെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരും സാമൂഹ്യ പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് വിവാഹങ്ങൾ പൊന്നും പണ്ടവും പറയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള സമ്പന്നന്മാരായ ചില ആളുകൾ തന്നെ പിശുക്കന്മാർ ഇത് ഒരു കൗശലമാക്കി എടുത്തിരിക്കുകയാണ്. ഒന്നും കൊടുക്കാതെ, നേരത്തെ ഒരു മകളുണ്ടായപ്പോൾ മകൾക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി നീക്കി വെച്ച സംഖ്യയൊക്കെ ഉണ്ടല്ലോ, ആ സംഖ്യയിൽ നിന്ന് ഒന്നുപോലും കൊടുക്കാതെ അവൻ്റെ മൂത്ത മക്കളെ കെട്ടിച്ചവർക്ക് കൊടുത്ത ആഭരണം പോലും കൊടുക്കാതെ സ്ത്രീധനം ചോദിച്ചില്ല, പണ്ടം പറഞ്ഞില്ല എന്ന ഏക കാരണം കൊണ്ട് ആ പെണ്ണിനെയും ആണിനെയും കണ്ണീർ കുടിപ്പിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ രണ്ട് വശം നമ്മൾ ചിന്തിക്കണം അല്ലേ. ഓരോരുത്തരും അവനവൻ്റെ കഴിവനുസരിച്ചു കൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു. ചോദിക്കണ്ട, നിർബന്ധിക്കണ്ട. സ്വമേധയാ വല്ലതും കൊടുക്കുന്നുവെങ്കിൽ വാങ്ങാമല്ലോ. ഈ കൊടുത്ത സ്ത്രീധനം എന്താണ് സാധനം? സ്ത്രീധനത്തിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കേണ്ടെന്നൊരു ചർച്ച ഉണ്ട്. സ്ത്രീധനത്തിന് എന്ത് സക്കാത്താ? സ്ത്രീധനത്തിന് എന്ത് സക്കാത്ത്? സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ ബലാത്കാരേണ വാങ്ങിയ സംഖ്യയെപ്പറ്റിയല്ല പറഞ്ഞത്. അതിൻ്റെ ഉടമാവകാശം അവനില്ല. വാങ്ങിയ പുതിയാപ്പിള ഏത് നിമിഷത്തിനും തിരിച്ചു കൊടുക്കണം. പുതിയാപ്പിള മരിച്ച അനന്തര സ്വത്ത് നിന്ന് കടം വീട്ടിട്ട് വേണം സ്വത്ത് ഓഹരി വെക്കാൻ, പൊരുത്തമില്ലാതെ വാങ്ങിയ സ്ത്രീധനം. അതേസമയം ഒരു പുരസ്കാരം എന്നതിൽ ഈ സ്വമേധയാ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, പുതിയാപ്പിളക്ക് തൻ്റെ മരുമകന് അമ്മോസൻ ഒരു ഉപഹാരം കൊടുത്തു. ഉദാഹരണമായിട്ട് ഒരു 25,000 രൂപയിൽ, ഒരു 50,000 രൂപയിൽ, 1,00,000 പോലെ കഴിവുള്ള ആൾ 1,00,000 രൂപ കൊടുത്തു. അയാളത് വാങ്ങി അത് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു. അത് കടമാണോ? കടമല്ല. കടാണെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? ഒരിക്കലും തിരിച്ചു കൊടുക്കാറില്ല. പക്ഷേ തമ്മിൽ തെറ്റിയാലോ?
പെണ്ണിൻ്റെ കുറ്റം കൊണ്ടല്ലാതെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ തിരിച്ചു ചോദിക്കും, തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ പുരസ്കാരം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചില പുരസ്കാരം, വൈവാഹിക പുരസ്കാരങ്ങൾ ചിലതങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ഉടമാവകാശത്തിൽ വന്ന് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അപ്പോൾ അവന് എന്തായി എന്ന് പറഞ്ഞാൽ അവൻ ഉപയോഗിച്ച് കഴിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ സക്കാത്തുള്ളൂ. വാങ്ങിയ 1,00,000 രൂപ അവൻ സൂക്ഷിച്ച് വെച്ചാൽ 2.5% ഓരോ കൊല്ലവും സക്കാത്ത് കൊടുക്കണം. സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അത് ഉപയോഗിച്ച് പോയാൽ സക്കാത്തില്ല. വിവാഹബന്ധം എന്നാൽ ആ പെണ്ണിനെ അവളുടെ കുറ്റമല്ലാത്ത, അവളുടേതല്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ അവളെ വിവാഹമോചനം നടത്തിയാൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു വാങ്ങാതിരിക്കുകയാണ് മാന്യത. പക്ഷെ തിരിച്ചു വാങ്ങാമോ? തിരിച്ചു വാങ്ങാം. കാരണം ഈ പെണ്ണിനെ മരണം വരെ തൻ്റെ ഭാര്യയായി നല്ല പോലെ ശുശ്രൂഷിച്ച് കൊണ്ട് നടക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ പുരസ്കാരം കൊടുത്തത്, ഈ സമ്മാനം കൊടുത്തത്. അത് നടക്കാതെ വന്നാൽ തിരിച്ചു ചോദിക്കാം. ഇതിന് സമാനമായൊരു മസല നമ്മുടെ ഫിഖ്ഹിൽ തന്നെ കാണാം. നമ്മുടെ ഫത്തുൽ മീനിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? വിവാഹാന്വേഷണം നടത്തിയ പെണ്ണിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തു. ഒരു പെണ്ണിന് വിവാഹാന്വേഷണം നടത്തി, അത് ചിലപ്പോൾ ഒരു വളയിട്ടു, അല്ലെങ്കിൽ ഒരു ചെയിൻ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു മിഠായിപ്പൊതി കൊടുത്ത്. മിഠായിപ്പൊതി ഒന്നും ആരും തിരിച്ചു വാങ്ങാറില്ല. ഇങ്ങനെ ചെയിനോ വളയോ സാധനമോ വല്ലതും കൊടുത്തു. സംഗതി വശാ വിവാഹം നടന്നില്ല. സംഗതി വശാ വിവാഹം നടന്നില്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങാമോ? തിരിച്ചു വാങ്ങാം. വിവാഹം നടക്കാൻ വേണ്ടി കൊടുത്ത സമ്മാനമായതുകൊണ്ട് വാങ്ങിയാൽ അവർക്ക് മിൽക്ക് ഉടമാവകാശമായി, അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ നടന്നില്ലെങ്കിൽ അതോ അതിന് സമാനമായതോ പകരമോ തിരിച്ചു വാങ്ങാം. വാങ്ങുന്നതിന് വിരോധമില്ല. വാങ്ങാതിരിക്കലാണ് മാന്യത, ചോദിക്കാതിരിക്കലാണ് മാന്യത. പക്ഷെ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെയാണിത്. തൻ്റെ പുതിയാപ്പള തൻ്റെ മകളെ നല്ല നിലക്ക് മരണം വരെ കൊണ്ടു നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രേരകമായി കൊടുത്തിട്ടുള്ള സംഖ്യ, അത് നടന്നില്ലെങ്കിൽ അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവളെ ഒഴിവാക്കിയാൽ തിരിച്ച് ചോദിക്കാതിരിക്കുന്നതാണ് മാന്യത. പക്ഷെ ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ചോദിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, സ്ത്രീധനം എന്ന് പറയുന്ന ഈ ദുരാചാരം അത് അടിച്ചേൽപ്പിച്ച് പൊരുത്തമില്ലാതെ ചോദിച്ച് വിലപേശി വാങ്ങുന്ന സമ്പ്രദായം നമ്മൾ നിർത്തുന്നതാണ് ഏറ്റവും ഹൈർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് നിമിഷത്തിലും വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടാനുള്ളൊരു സാധ്യത, വിദൂര സാധ്യതയെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ വിച്ഛേദിക്കപ്പെടുന്ന സമയത്തൊരു വലിയ ഭാരമായി തീരും ഈ സംഖ്യ തിരിച്ചു കൊടുക്കുക എന്നത്. പല അപകടങ്ങളും പല ദൂഷ്യങ്ങളും അതിനുണ്ട്. അതിൻ്റെ പുറമെ ഒരു ശാപമായി തീരും, എന്നേക്കും അതൊരു ശാപമായി തീരും വാങ്ങിത്തീർന്നാൽ. അതുകൊണ്ട് കഴിയുന്നതും വാങ്ങാതിരിക്കുകയാണ് നല്ലത്. വാങ്ങി നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വാങ്ങുന്നത് എന്തിനാണ്? വാങ്ങുന്നത് പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, വിവാഹത്തിന് ദൂർത്തടിക്കാൻ വേണ്ടിയാണ്, അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് അനാവശ്യമായി ഒരു നാണയത്തൊട്ട് പോലും ചെലവഴിക്കാൻ പാടില്ല. അല്ലാഹു തആല നമ്മുടെ കയ്യിൽ തന്നത് ആവശ്യം കഴിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിർത്തുകയാണ്. അവസാനമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, നമ്മൾ മുസ്ലിംകളാണ്. വിശ്വോത്തരമായ സംസ്കാരം ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി നിയുക്തരായിട്ടുള്ള ഉമ്മത്തും ഖൈറ ഉമ്മത്ത് ആകുന്നു നമ്മൾ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമുദായമായി വർത്തിക്കണം. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാകണം, തിന്മ നിരോധിക്കുന്നവരാകണം. ഖുർആൻ അങ്ങനെയാണല്ലോ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉത്തമ സമുദായമായി വർത്തിക്കേണ്ടവരായ നമ്മൾ എല്ലാ നന്മയിലും എല്ലാവർക്കും മാതൃകയാകേണ്ടതാകുന്നു. നമുക്ക് പ്രത്യേകമായ ജീവിത ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം മരണാനന്തര ജീവിതമാകുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ പോലെയല്ല. മറ്റുള്ളവർ അറബിക്കടലിനപ്പുറം കരയില്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മരണമാകുന്ന ഈ തീരത്തിനപ്പുറത്ത് അനന്തമായ